സി കെ അഭിലാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. സി കെ അഭിലാൽ 7-7 ഇടത്താണ്, പക്ഷേ ജയിക്കുന്നത് ആന്റോ ആന്റണി. അതാണ് പത്തനംതിട്ടയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. എൻ്റെക്ക് വോട്ട് വിഹിതം ഉയർത്താൻ കഴിയുന്നുണ്ട്, പക്ഷെ അവിടെ കെ സുരേന്ദ്രൻ സമാഹരിച്ച വോട്ട്, ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ സമാഹരിച്ച വോട്ട് എന്ന് പറയുന്നത് എൻ്റെക്ക് സമാഹരിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി. അതിൽ കൂടുതൽ അനിൽ ആന്റണിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നത് കോൺഗ്രസും CPM-ഉമാണ്. ആരുടെ അടുത്താണ് വിജയമെന്നാണ് അവസാന കണക്കുകൂട്ടലുകളിൽ മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്? അഭിലാൽ, ആന്റോ ആന്റണി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെടുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. ഇക്കുറി ഇടതുപക്ഷം എന്നുള്ള LDF-ന്റെ പ്രചരണ മന്ത്രം അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതും പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ആന്റോ ആന്റണി തന്നെ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സർവേ ഫലങ്ങളും അവകാശപ്പെടുന്നത്. എന്നാൽ 2ാം സ്ഥാനത്തേക്ക് BJP സ്ഥാനാർത്ഥി കടന്നു വരുമെന്ന് മറ്റൊരു സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അത് NDA കേന്ദ്രങ്ങൾക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്. പക്ഷേ പ്രധാന മത്സരം, പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും വിലയിരുത്തലും കണക്കിലെടുക്കുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയായിരുന്നു ഇവിടുത്തെ മത്സരം എന്നുള്ളത് വ്യക്തമാണ്. 3ാം സ്ഥാനം തന്നെ ആയിരിക്കും ഒരുപക്ഷെ NDA സ്ഥാനാർത്ഥിക്ക് ലഭ്യമാകുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ ഫലം പരിശോധിക്കുമ്പോൾ ആന്റോ ആന്റണി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ വലിയ 10,000-ങ്ങളുടെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ 1,00,000-ന് പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമെങ്കിൽ പിന്നീട് അത് 60,000-ലേക്ക് ചുരുങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 44,000-ആയി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ LDF UDF തമ്മിലുള്ള കടുത്ത പോരാട്ടം നടക്കുന്ന ഈ മത്സരം എന്നുള്ള തരത്തിൽ ആര് വിജയിച്ചു വന്നാലും 10,000-ന് അടുത്ത് ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് LDF-ഉം UDF-ഉം വിലയിരുത്തലായി. സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകുന്നത്.